മാത്യൂസിന്റെ കുടുംബം ഒരു യാത്രയിലാണ്. ജിം മാത്യൂസ്, ഭാര്യ ടാബിത്ത, അവരുടെ മക്കളായ ജൂലി, ഈഥൻ എന്നിവരടങ്ങുന്നതാണ് മാത്യൂസിന്റെ കുടുംബം. ഒരു സാധാരണ റോഡ് യാത്രയിലായിരുന്നു അവർ. പെട്ടെന്ന് അവരുടെ മുന്നിൽ വീണ് കിടക്കുന്ന ഒരു മരം പ്രത്യക്ഷപ്പെടുന്നു. അത് കണ്ട് അവർ മറ്റൊരു റോഡിലൂടെ യാത്ര തുടരുന്നു. എന്നാൽ വഴിതെറ്റി അവർ എത്തിപ്പെട്ടത് ഒരു അജ്ഞാത ഗ്രാമത്തിലാണ്. അങ്ങനെയൊരു ഗ്രാമമോ നഗരമോ ഭൂപടത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. വീണ്ടും അവർക്ക് മുന്നിലുള്ള റോഡിൽ വീണ് കിടക്കുന്ന മരം പ്രത്യക്ഷപ്പെടുന്നു. വീണ്ടും അവർ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നു. എന്നാൽ അവർ എത്ര തന്നെ മുന്നോട്ടു പോയാലും വീണ്ടും വീണ്ടും അതേ സ്ഥലത്ത് തന്നെ എത്തിപ്പെടുന്നു. ഇതേ സമയം അവർക്ക് മുകളിൽ കാക്കക്കൂട്ടങ്ങൾ ഒച്ചവച്ച് പറക്കുന്നു. ഈയൊരു പ്രതിഭാസം അവരെ ഭയപ്പെടുത്തുന്നു. വീണ്ടും വീണ്ടും അവർ ലൂപ്പിലകപ്പെട്ട് മുമ്പെത്തിയ അതേ ഗ്രാമത്തിൽ തന്നെ എത്തിപ്പെടുന്നു. പേടിച്ചുപോയ അവരുടെ വാഹനം മറ്റൊരു വാഹനവുമായി ഇടിച്ചുമറിയുന്നു. അവരെ രക്ഷിക്കാൻ പോലീസുകാരനായ ബോയ്ഡും ഡോക്ടർ ക്രിസ്റ്റിയും എത്തുന്നു. അവിടെ വെച്ചാണ് ആ ഞെട്ടിക്കുന്ന സത്യം അവർ അറിയുന്നത്. ഇവിടെ ഒരിക്കൽ വന്നാൽ പിന്നീട് പുറത്തു പോകാൻ കഴിയില്ല. ആ ഞെട്ടലോടെ നമ്മളും സീരീസിലേക്ക് ഇന്നാകുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫ്രം എന്ന സീരീസിനെക്കുറിച്ചാണ്. വെൽക്കം ടു സിനിമോസഫി. അതൊരു കുഴപ്പം പിടിച്ച ഗ്രാമമായിരുന്നു. നേരം ഇരുണ്ടിയാൽ ചുറ്റുമുള്ള കാടുകളിൽ നിന്നും പിശാചുകൾ ഇറങ്ങും. ചിരിച്ചുകൊണ്ടാണ് അവർ വരിക. പക്ഷേ ആരെങ്കിലും കയ്യിൽ കിട്ടിയാൽ കുടലും പണ്ടവുമെല്ലാം പുറത്തിട്ട് തിന്നും. അത്രയും ഭീകര പിശാചുകളാണവർ. ആ നാടേതാണെന്നോ തങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്നോ ആ നാട്ടിലുള്ള ആർക്കും അറിയില്ല. എങ്ങനെ പുറത്തു കടക്കുമെന്നും അവർക്കറിയില്ല. അവർക്കാകെ അറിയാവുന്നത് ഇരുട്ടിത്തുടങ്ങിയാൽ അപ്പോൾ തന്നെ ഏതെങ്കിലും കെട്ടിടത്തിൽ കയറി കഥ കടച്ചിരിക്കണമെന്നാണ്. കെട്ടിടത്തിൽ കയറി വാതിലടച്ചാൽ മാത്രം അവർ രക്ഷപ്പെടില്ല. ഒരു രക്ഷാകവചമുണ്ട്. അത് വാതിലിലും ജനലിലുമെല്ലാം വെക്കണം. എന്നാൽ മാത്രമേ അവർ രക്ഷപ്പെടും. ഈ ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ ജിമ്മും കുടുംബവും എത്തിയിട്ടുള്ളത്. അപകടത്തിൽപ്പെട്ട അവരെ ഗ്രാമത്തിൽ മുമ്പങ്ങപ്പെട്ടവർ വന്ന് രക്ഷിക്കുന്നു. അവിടെയാണ് നമ്മൾ ആദ്യമായി ബോയ്ഡിനെ കാണുന്നത്. മുമ്പെപ്പോഴോ ഈ ഗ്രാമത്തിൽ എത്തിപ്പെട്ടതാണ് ബോയ്ഡ്. അയാൾ ഒരു പട്ടാളക്കാരനായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അയാൾ ആ ഗ്രാമത്തിലെ പോലീസായി മാറിയിരിക്കുകയാണ്. അയാളെ ആരും ഏൽപ്പിച്ചതല്ല ഈ പണി. അയാൾ സ്വയം ഏറ്റെടുത്തതാണ്. ആ ഗ്രാമത്തിൽ ക്രമസമാധാനം നിലനിർത്താനും പിശാചുക്കളിൽ നിന്ന് ഗ്രാമവാസികളെ രക്ഷിക്കാനും അയാൾ തന്നാലാവും വിധം എല്ലാം ചെയ്യുന്നു. ഗ്രാമത്തിൽ കുടുംബത്തോടൊപ്പമാണ് ബോയ്ഡ് എത്തിയത്. എന്നാൽ ഈ നശിച്ച ഗ്രാമത്തിന്റെ വിധിയോർത്ത് അയാളുടെ ഭാര്യയുടെ മാനസിക നില തെറ്റുന്നു. ഒരു ദിവസം ബോയ്ഡിന്റെ ഭാര്യ തോക്കെടുത്ത് കുറേ ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു. മകൻ എല്ലിസിനെ രക്ഷിക്കാൻ വേണ്ടി ബോയ്ഡിന് മാനസിക നില തെറ്റിയ ഭാര്യയെ വെടിവെച്ച് കൊല്ലേണ്ടി വരുന്നു. ഈ ട്രോമയിലാണ് ബോയ്ഡ് ജീവിക്കുന്നത്. അതിനുശേഷം മകൻ എല്ലിസ് പോലും അയാളോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടില്ല. പതിയെ പതിയെയാണ് ഗ്രാമത്തിന്റെ നിഗൂഢത വെളിപ്പെട്ടു വരുന്നത്. ഗ്രാമവാസികൾ രണ്ട് രീതിയിലാണ് ജീവിക്കുന്നത്. ഗ്രാമത്തിലെ സ്വകാര്യ വീടുകളിൽ ജീവിക്കുന്നവരും ഡോണ എന്ന സ്ത്രീയുടെ നേതൃത്വത്തിൽ കോളനി ഹൗസിൽ കൂട്ടമായി ജീവിക്കുന്നവരും. ബോയ്ഡിന്റെ മകൻ എല്ലിസ് അയാളെ വിട്ട് കോളനി ഹൗസിലാണ് താമസിക്കുന്നത്. പരസ്പരം ശത്രുക്കളല്ലെങ്കിൽ പോലും കോളനി ഹൗസിലുള്ളവർ മറ്റുള്ളവരുമായി ചെറിയ തോതിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. അങ്ങനെയാണ് ആ ഗ്രാമത്തിലെ ആളുകൾ, അല്ല ഗ്രാമത്തിലെത്തിപ്പെട്ട ആളുകൾ ജീവിക്കുന്നത്. എല്ലാ ദിവസവും രാത്രിയായാൽ പിശാചുക്കൾ ഇറങ്ങും. 1950കളിലെ വസ്ത്രങ്ങൾ ധരിച്ചാണ് ഈ പിശാചുക്കൾ എല്ലാ രാത്രികളിലും പ്രത്യക്ഷപ്പെടുന്നത്. പാൽക്കാരൻ, വധു, നഴ്സ്, ചിയർ ലീഡർ എന്നിങ്ങനെയുള്ള രൂപങ്ങളിൽ വരുന്ന ഇവർ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഗ്രാമവാസികളെ സമീപിക്കുന്നത്. ഗ്രാമവാസികളെ ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ച് വാതിൽ തുറക്കാൻ ആവശ്യപ്പെടും. അല്ലെങ്കിൽ ഗ്രാമവാസികളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടും. ഈ പിശാചുകൾക്ക് ഓടാൻ കഴിയില്ല. വളരെ പതുക്കെ നടന്നു മാത്രമേ ഇവർ ഗ്രാമവാസികളുടെ അടുത്തേക്ക് വരികയുള്ളൂ. ആ നടത്തവും ചിരിയും തന്നെയാണ് ഗ്രാമവാസികളെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഈ പിശാചുക്കൾ ഗ്രാമവാസികളെ വെറുതെ കൊല്ലുകയല്ല, മറിച്ച് അവരുടെ ആന്തരിക അവയവങ്ങൾ ക്രൂരമായി പറിച്ചെടുത്ത് വികൃതമാക്കുകയാണ് ചെയ്യുന്നത്. 2ാം സീസണിൽ ഡോക്ടർ ക്രിസ്റ്റി ഇതിലൊരു പിശാചിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റി നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ഈ പിശാചുക്കളുടെ ഉള്ളിൽ ഉണങ്ങി വരേണ്ട അവയവങ്ങൾ മാത്രമാണുള്ളതെന്നും രക്തത്തിനു പകരം പിത്തരസം പോലെയുള്ള ഒരു ദ്രാവകം മാത്രമാണുള്ളതെന്നും കണ്ടെത്തുന്നുണ്ട്. സീസൺ 3-ൽ ഈ പിശാചുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തലുണ്ട്. ഗർഭിണിയായ ഫാത്തിമ ആരാണെന്ന് വഴിയെ പറയാം. ഇപ്പോൾ നമ്മൾ പിശാചുകളെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് അത് തുടരാം. ഫാത്തിമ ഗർഭിണിയാണ്. ഗർഭിണിയായ ശേഷം അവളുടെ പെരുമാറ്റമെല്ലാം മാറുന്നുണ്ട്. അഴുകിയ പച്ചക്കറികൾ തിന്നാനും മനുഷ്യരക്തം കുടിക്കാനും അവൾക്ക് അതിയായ ആഗ്രഹമുണ്ടാകുന്നു. അതിൻ്റെ കാരണം അവൾക്ക് പോലും മനസ്സിലാകുന്നില്ല. ഇടയ്ക്കിടെ വേസ്റ്റ് കുഴിയിൽ നിന്ന് അവൾ പഴകിയ പച്ചക്കറികളും മാംസവും തിന്നുന്നുണ്ട്. അങ്ങനെ അവളുടെ പ്രസവ സമയം വന്നെത്തുന്നു. ജാപ്പനീസ് വസ്ത്രമായ കിമോണോ ധരിച്ച ഒരു സ്ത്രീ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അവളെ പ്രസവിക്കാൻ സഹായിക്കുന്നു. പക്ഷേ അവൾ പ്രസവിക്കുന്നത് ഒരു മാംസപിണ്ഡത്തെയാണ്. ആ മാംസപിണ്ഡത്തിൽ നിന്നും സ്മൈലി എന്ന പിശാച് പിറവിയെടുക്കുന്നു. ഈ സംഭവത്തിന് ശേഷം രാക്ഷസന്മാർ പണ്ട് മനുഷ്യരായിരുന്നുവെന്നും
ഇമ്മോർട്ടാലിറ്റി ലഭിക്കുന്നതിനായി ഒരു ദുഷ്ടശക്തിയുമായി കരാറുണ്ടാക്കി തങ്ങളുടെ സ്വന്തം കുട്ടികളെ അവർ ബലി കൊടുത്തുവെന്നും ഫാത്തിമ വെളിപ്പെടുത്തുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ പ്രേക്ഷകർക്കും പിശാചുകൾ ആരായിരുന്നുവെന്ന് മനസ്സിലാകുന്നത്. ഈ പിശാചുകൾ ഒരിക്കലും പൂർണ്ണമായി മരിക്കില്ല, അവർ വീണ്ടും പുനർജനിക്കും എന്ന് ഫാത്തിമയിലൂടെ വെളിപ്പെടുന്നു. അതാണ് പിശാചുക്കളുടെ കഥ. അങ്ങനെ പിശാചുക്കൾ എല്ലാ രാത്രികളും നേരമിരുട്ടിയാൽ കാടിന് പുറത്തിറങ്ങുന്നു. വീടുകളുടെ ജനലുകളിലും വാതിലുകളിലും മുട്ടിവിളിക്കുന്നു. ചിലപ്പോൾ ഗ്രാമവാസികൾക്ക് പരിചയമുള്ളവരുടെ രൂപവും ശബ്ദവും ഉപയോഗിച്ചായിരിക്കും അവരെ വിളിക്കുക. ചതിയിലകപ്പെട്ടാൽ അവരുടെ കാര്യം തീർന്നു. അങ്ങനെ ഒരു രാത്രി കോളനി ഹൗസിന്റെ ജനാലയിൽ ഒരു പിശാചു വരുന്നു. അബദ്ധവശാൽ കെവിൻ എന്നൊരാൾ കോളനി ഹൗസിന്റെ ജനൽ പിശാചിന് മുന്നിൽ തുറക്കുന്നു. പിന്നീട് അവിടെ നടന്നത് ഒരു കൂട്ടക്കൊലയായിരുന്നു. കണ്ണിൽ കണ്ടവരെയെല്ലാം പിശാചു വലിച്ചുകേറി. ചുമരിലെല്ലാം രക്തം തെറിച്ചു. കോളനി ഹൗസിന്റെ നേതാവായിരുന്ന ഡോണ എങ്ങനെയൊക്കെയോ മറ്റുള്ളവരെ കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷിച്ചു, പിശാചിനെ പുറത്താക്കി. ഇതേ സമയം തന്നെ 2 കാര്യങ്ങൾ പാരലലായി ഗ്രാമത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന്, ജിം മാത്യൂസും കുറച്ച് ഗ്രാമവാസികളും ചേർന്ന് ഒരു റേഡിയോ ടവർ നിർമ്മിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും പുറം ലോകവുമായി ബന്ധപ്പെടണം എന്ന ജിമ്മിന്റെ ആഗ്രഹമാണ് അതിനു പിന്നിൽ. മറ്റൊന്ന്, ജിമ്മിന്റെ ഭാര്യ ടാബീത്ത അവരുടെ വീട്ടിലെ ബേസ്മെന്റിലെ വൈദ്യുതി കേബിളുകൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാൻ ഒരു വലിയ കുഴി നിർമ്മിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ സാറയും ബോയ്ഡും ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടി കാട്ടിനുള്ളിലേക്ക് യാത്ര തിരിക്കുന്നു. ജിം റേഡിയോ ടവറിന്റെ പണി ഏകദേശം പൂർത്തിയാക്കി. ചെറിയ ചെറിയ സിഗ്നലുകൾ അതിൽ കിട്ടിത്തുടങ്ങി. ഒന്നും വ്യക്തമല്ല. പതിയെ പതിയെ റേഡിയോയിൽ നിന്ന് വന്ന ശബ്ദത്തിന് വ്യക്തത വളരാൻ തുടങ്ങി. ആ അശരീരി ഇങ്ങനെ പറഞ്ഞു, ടാബീത്ത ആ കുഴി നിർമ്മിക്കാൻ പാടില്ലായിരുന്നു. തൊട്ടടുത്ത നിമിഷം ടാബീത്ത നിർമ്മിച്ച കുഴി ഇടിഞ്ഞു വീണു. അവൾ ചെന്ന് വീണത് ആ പിശാചുക്കൾ പകലുറങ്ങുന്ന ഗുഹയിലായിരുന്നു. അവിടെ വെച്ച് അവൾ വിക്ടറിനെ കാണുന്നുണ്ട്. ഈ സീരീസിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് വിക്ടർ. ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച വ്യക്തിയാണ് വിക്ടർ. കുട്ടിക്കാലത്ത് ഗ്രാമത്തിലെ എല്ലാവരും കൊല്ലപ്പെട്ട ഒരു കൂട്ടക്കൊലയ്ക്ക് അവൻ സാക്ഷിയായി. ഈയൊരു ട്രോമ കാരണം വിക്ടർ ഇപ്പോഴും ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയിലാണ് ജീവിക്കുന്നത്. വിക്ടർ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഗ്രാമത്തിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളാണ്. ചില ചിത്രങ്ങൾ വരാനിരിക്കുന്ന അപകടങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. ഈ വിക്ടറിനെയാണ് ടാബീത്ത പിശാചുക്കൾ ഉറങ്ങുന്ന ഗുഹയിൽ കാണുന്നത്. ബോയ്ഡും സാറയും കാട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ. കാട്ടിൽ വെച്ച് ഒരു വെള്ള വസ്ത്രം ധരിച്ച കുട്ടി അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും. അതാരാണെന്ന് ആർക്കും അറിയില്ല. ആ കുട്ടി അവരെ ഒരു വലിയ മരത്തിന്റെ മാളത്തിനുള്ളിലേക്ക് ക്ഷണിക്കും. ബോയ്ഡ് ആ മരത്തിനുള്ളിൽ കുടുങ്ങും. അയാൾ ഒരു ഇരുണ്ട കിണറ്റിലകപ്പെടും. ഇവിടെയാണ് 1ാം സീസൺ അവസാനിക്കുന്നത്. പുതിയൊരു ബസ് കൂടെ ആ ഗ്രാമത്തിലേക്ക് വഴിതെട്ടിയെത്തും. 1ാം സീസണിന്റെ ഒടുവിൽ ഗ്രാമത്തിലേക്കെത്തുന്ന ആ വലിയ ബസ്സിൽ നിന്നാണ് 2ാം സീസൺ ആരംഭിക്കുന്നത്. ആ ബസ്സിലെ യാത്രക്കാർ തങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് മരണത്തിന്റെ മുനമ്പിലാണെന്നറിഞ്ഞിരുന്നില്ല. അവർ ഗ്രാമം വിട്ടു പോകാതിരിക്കാനും നേരമിരുട്ടിയാലെത്തുന്ന പിശാചുക്കൾക്ക് ഇരയാകാതിരിക്കാനുമായി കോളനി ഹൗസിന്റെ നേതാവായ ഡോണ ബസ്സിന്റെ ടയർ വെടിവെച്ച് പഞ്ചറാക്കുന്നു. രാത്രിയാകുന്നതിനു മുൻപ് ഒന്നും അറിയാത്ത ആ യാത്രക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ അവൾ കിണഞ്ഞു പരിശ്രമിച്ചു. അതേസമയം സ്വന്തം വീടിന്റെ ബേസ്മെന്റിൽ ടബിഥയുണ്ടാക്കിയ ആ വലിയ കുഴി അവളെ കൊണ്ടെത്തിച്ചത് പിശാചുക്കൾ പകൽ സമയം ഉറങ്ങുന്ന ഭയാനകമായ ഗുഹയിലായിരുന്നു. അവിടെ വെച്ച് അവൾ വിക്ടറിനെ കണ്ടുമുട്ടുന്നു. രാക്ഷസന്മാർ ഉണരുന്നതിനു മുൻപ് എങ്ങനെയൊക്കെയോ അവർ അവിടെ നിന്നും രക്ഷപ്പെട്ടു. റേഡിയോയിൽ നിന്ന് സന്ദേശം കേട്ടയുടനെ ടബിഥയെ രക്ഷിക്കാനായി ജിമ്മും സുഹൃത്ത് ടോമും വീട്ടിലേക്ക് ഓടിവരുന്നുണ്ട്. ടബിഥയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വീട് തകർന്നു വീഴുകയും ജിമ്മും ടോമും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം മരത്തിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ബോയ്ഡ് ചെന്നെത്തിയത് ഇരുട്ടുമൂടിയ ഒരു കിണറ്റിലായിരുന്നു. അവിടെ മുകളിൽ നിന്നും ആരോ ഇട്ടുകൊടുത്ത കയറിലൂടെ ബോയ്ഡ് മുകളിലെത്തി. മുകളിലെത്തിയ അയാൾ കണ്ടത് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട മാർട്ടിൻ എന്ന വൃദ്ധനെയാണ്. ഈ കാട്ടിലെ പിശാചുക്കൾ വരാനിരിക്കുന്ന വലിയ ഭീഷണികളുടെ ഒരു തുടക്കം മാത്രമാണെന്ന് മാർട്ടിൻ ബോയ്ഡിന് മുന്നറിയിപ്പ് നൽകി. അതായത് ഇതുവരെ അവർ അനുഭവിച്ച ദുരിതങ്ങളെല്ലാം വലിയൊരു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നാണ് മാർട്ടിൻ ബോയ്ഡിനോട് പറഞ്ഞത്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവിടെ ഒരു മ്യൂസിക് ബോക്സ് തനിയെ പ്രവർത്തിക്കാൻ തുടങ്ങുകയും മാർട്ടിൻ തന്റെ ശരീരത്തിലുണ്ടായിരുന്ന വിചിത്രമായ വിരകളെ ബോയ്ഡിന്റെ ശരീരത്തിലേക്ക് കൈമാറുകയും ചെയ്യും. മാർട്ടിന്റെ മരണശേഷം കാട്ടിലൂടെ നടന്ന ബോയ്ഡ് ടബിഥയെയും വിക്ടറിനെയും ഒരു പഴയ ട്രെയിലറിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അടുത്ത ദിവസം തകർന്ന വീടിനടിയിൽപ്പെട്ട ജിമ്മിനെ രക്ഷപ്പെടുത്തിയെങ്കിലും ഗ്രാമത്തിൽ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്തു. പുതുതായി ബസ്സിൽ വന്ന കെല്ലി എന്ന പെൺകുട്ടിയെ കാട്ടിലെ മരത്തിൽ ഇരുമ്പ് കമ്പി തറച്ച നിലയിൽ കണ്ടെത്തി. ഗ്രാമത്തിലെ ഡോക്ടറായ ക്രിസ്റ്റിക്ക് അവളെ രക്ഷിക്കാനായില്ല. ഇതിനിടയിൽ പള്ളിയുടെ ബേസ്മെന്റിൽ ഒളിച്ചിരുന്ന സാറയെ കെന്നി കണ്ടെത്തുന്നു. ബോയ്ഡിന്റെ അസിസ്റ്റന്റാണ് കെന്നി. ഗ്രാമത്തിലെ ക്രമസമാധാനം നിലനിർത്താൻ കെന്നി ബോയ്ഡിനെ സഹായിച്ചിരുന്നു. എന്നാൽ തന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരി സാറയാണെന്നറിഞ്ഞ കെന്നി ബോയ്ഡ് അവളെ സംരക്ഷിക്കുന്നു എന്ന സത്യം കൂടി മനസ്സിലാക്കിയതോടെ തന്റെ ഡെപ്യൂട്ടി സ്ഥാനം ദേഷ്യത്തോടെ രാജിവെക്കുന്നു.
ഗ്രാമവാസികൾ സാറയ്ക്കെതിരെ തിരിഞ്ഞെങ്കിലും ബോയ്ഡ് അവളെ ഗ്രാമവാസികളിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഇവൾക്ക് ഈ ഗ്രാമവുമായി എന്തോ ഒരു നിഗൂഢ ബന്ധമുണ്ടെന്നും ആ ബന്ധം ഈ ഗ്രാമത്തിൽ നിന്ന് തങ്ങളെ രക്ഷപ്പെടാൻ സഹായിക്കുമെന്നും ബോയ്ഡ് ഉറച്ചു വിശ്വസിച്ചു. ഗ്രാമത്തിലെ പോപ്പുലേഷൻ കൂടിയതോടെ ഉണ്ടാക്കുന്ന ഭക്ഷണസാധനങ്ങൾ തികയാതെയായി. ഭക്ഷണക്ഷാമം രൂക്ഷമായതോടെ ഗ്രാമത്തിൽ തർക്കങ്ങൾ പതിവായി. അങ്ങനെയുള്ള ഒരു തർക്കത്തിനിടയിൽ ഡെയിൽ എന്നയൊരാൾ അബദ്ധത്തിൽ ബോയ്ഡിന്റെ മകൻ എല്ലിസിനെ കുത്തുന്നു. എല്ലിസിന്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം വാർന്നു. അവൻ ശരിക്കും മരണം മുന്നിൽ കണ്ടു. എല്ലിസിനെ രക്ഷിക്കാൻ ബോയ്ഡിന്റെ രക്തം വേണം. എന്നാൽ അപ്പോഴാണ് ബോയ്ഡിന് ഒരു കാര്യം ഓർമ്മ വന്നത്. മാർട്ടിൻ കൊടുത്ത വിരകൾ തന്റെ ശരീരത്തിലുണ്ടല്ലോ എന്ന്. ആ വിരകളെ തന്റെ ശരീരത്തിൽ നിന്ന് മാറ്റാൻ ബോയ്ഡ് തീരുമാനിച്ചു. പക്ഷേ രാത്രി പുറത്തിറങ്ങിയാൽ മാത്രമേ അതിന് സാധ്യതയുള്ളൂ. മകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബോയ്ഡ് സ്വന്തം ജീവൻ പണയപ്പെടുത്തി രാത്രി പുറത്തിറങ്ങുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന സ്മൈലി എന്ന രാക്ഷസൻ ബോയ്ഡിനെ ആക്രമിക്കാൻ വന്നു. ഇതൊരവസരമായി ബോയ്ഡ് കണ്ടു. ബോയ്ഡ് അവന്റെ കഴുത്തറുത്ത് തന്റെ മുറിഞ്ഞ കൈ അതിലേക്ക് ചേർത്തു പിടിച്ച് വിരകളെ രാക്ഷസനിലേക്ക് മാറ്റി. വേദന കൊണ്ട് പുളഞ്ഞ സ്മൈലി അവിടെ മരിച്ചു വീണു. രാക്ഷസന്മാരെയും കൊല്ലാൻ സാധിക്കുമെന്നത് ഗ്രാമവാസികൾക്ക് ഒരു വലിയ പ്രതീക്ഷ നൽകി. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ സ്മൈലിയുടെ ശരീരത്തിൽ രക്തത്തിനു പകരം പിത്തരസമാണെന്നും ആന്തരാവയവങ്ങൾ ഉണങ്ങി വരേണ്ടതാണെന്നും ഡോക്ടർ ക്രിസ്റ്റി കണ്ടെത്തി. എന്നാൽ ഈ മൃതദേഹത്തിൽ നിന്നും പുതിയൊരു ദുരന്തം ഗ്രാമത്തെ വിഴുങ്ങാൻ തുടങ്ങി. സ്മൈലിയുടെ മൃതദേഹത്തിൽ നിന്നും സിക്കാഡ എന്നറിയപ്പെടുന്ന ഒരുതരം പ്രാണികൾ പുറത്തുവന്നു. ഉറങ്ങുന്നവരെ ഈ പ്രാണികൾ ആക്രമിക്കാൻ തുടങ്ങി. ഇതേ സമയം ബസ്സിൽ വന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന റാൻഡൽ എന്ന യുവാവ് ഇവിടെ നടക്കുന്നതെല്ലാം തട്ടിപ്പാണെന്നും ഇതെല്ലാം ഗ്രാമവാസികൾ തന്നെ നടത്തുന്ന നാടകമാണെന്നും വിശ്വസിച്ചിരുന്നു. അങ്ങനെ അവൻ ഒരു ദിവസം ഡോണയെ മരത്തിൽ കെട്ടിയിട്ടു. അവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ റാൻഡൽ, ജിമ്മിന്റെ മകൾ ജൂലി, മാരിയൽ എന്നിവർ ഈ പ്രാണികളുടെ ആക്രമണമേറ്റ് കോമയിലായി. ബസ്സിൽ വന്ന എൽജിൻ എന്ന യുവാവ് ജാപ്പനീസ് വസ്ത്രമായ കിമോണോ ധരിച്ച ഒരു സ്ത്രീ തന്നെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നതായുള്ള ഒരു സ്വപ്നം കാണുന്നു. സ്വപ്നമല്ല, ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഒരു മ്യൂസിക് ബോക്സിൽ നിന്നുള്ള ഒരു പാട്ടും ഈ സമയം അവൻ കേട്ടെന്ന് ഗ്രാമവാസികളോട് പറയുന്നു. ഇതോടെ മരത്തിനുള്ളിൽ വെച്ച് മാർട്ടിനിൽ നിന്നും ബോയ്ഡ് കണ്ട ആ മ്യൂസിക് ബോക്സാണ് ഈ പ്രശ്നങ്ങളുടെ കാരണമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കോമയിലായ 3 പേരെ രക്ഷിക്കാൻ ബോയ്ഡ് കാട്ടിലെ ആ പഴയ മരത്തിനുള്ളിലെ തടവറയിലേക്ക് മടങ്ങിപ്പോകുന്നു. അവിടെ കോമയിലായവർ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെടുന്നത് അവൻ കണ്ടു. അവന്റെ മരണപ്പെട്ട ഭാര്യ ആബിയുടെ രൂപത്തിൽ വന്ന ഒരു ശക്തി പ്രതീക്ഷയാണ് ഈ നഗരത്തെ നിലനിർത്തുന്നതെന്നും അതിനാൽ അവരെ മരിക്കാൻ അനുവദിക്കണമെന്നും ബോയ്ഡിനോട് പറയുന്നു. എന്നാൽ അതൊരു ദുഷ്ടശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ ബോയ്ഡ് മ്യൂസിക് ബോക്സ് തകർത്തു. അതോടെ കോമയിലായ ജൂലിയും റാൻഡലും മാരിയലും ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. ഇതേസമയം ടബിത ദർശനത്തിൽ താൻ കണ്ട കുട്ടികളുടെ രഹസ്യം തേടി ലൈറ്റ് ഹൗസിലേക്ക് പോകാൻ തീരുമാനിച്ചു. വിക്ടർ നൽകിയ നിർദ്ദേശപ്രകാരം കുപ്പികൾ തൂക്കിയ മരത്തിലൂടെ കയറിയ അവൾ ലൈറ്റ് ഹൗസിന്റെ മുകളിലെത്തി. അവിടെ വെച്ച് വെള്ളവസ്ത്രം ധരിച്ച കുട്ടി ടബിതയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നോട് ക്ഷമിക്കണം, ഇത് മാത്രമാണ് ഏക വഴി എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി ടബിതയെ താഴേക്ക് തള്ളിയിട്ടു. കണ്ണു തുടക്കുന്ന ടബിത കാണുന്നത് ഭീകരമായ ആ ഗ്രാമമല്ല, മറിച്ച് യഥാർത്ഥ ലോകത്തെ ഒരാശുപത്രിയിലാണ് അവൾ ഉണരുന്നത്. 3 ദിവസം മുമ്പ് കാട്ടിൽ നിന്നും ആരോ അവളെ കണ്ടെത്തി അവിടെ എത്തിച്ചതായിരുന്നു. ടബിത ആ ഗ്രാമത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലോടെ 2ാം സീസൺ അവസാനിക്കുന്നു. 3ാം സീസൺ തുടങ്ങുമ്പോൾ ടബിത ഉണർന്നത് ആ നശിച്ച ഗ്രാമത്തിലായിരുന്നില്ല, മറിച്ച് മെയിൻ സംസ്ഥാനത്തെ കാംഡൺ എന്ന സ്ഥലത്തുള്ള ഒരാശുപത്രിയിലായിരുന്നു. അവിടെ നിന്നും അതീവ രഹസ്യമായി പുറത്തുകടന്ന അവൾ വിക്ടറിന്റെ ലഞ്ച് ബോക്സിൽ ഉണ്ടായിരുന്ന വിലാസത്തിൽ അന്വേഷിച്ചെത്തി അയാളുടെ അച്ഛനായ ഹെൻറിയെ കണ്ടെത്തുന്നു. ഹെൻറിയുടെ പക്കൽ വിക്ടറിന്റെ അമ്മ മിറാണ്ട പണ്ടു വരച്ച ഗ്രാമവും അവിടുത്തെ നിഗൂഢമായ കുട്ടികളുടെ ചിത്രങ്ങളുണ്ടായിരുന്നു. ആ കുട്ടികളെ രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവളാണ് മിറാണ്ട എന്ന് ഹെൻറി പറയുമ്പോൾ തനിക്കും അതേ ദൗത്യമുണ്ടെന്ന് ടബിത തിരിച്ചറിയുന്നു. വിക്ടറിന്റെ അമ്മ മിറാണ്ടയ്ക്ക് ആദ്യമായി ദർശനങ്ങൾ ലഭിച്ച മരത്തിനടുത്തേക്ക് പോകാൻ ടബിത തീരുമാനിക്കുന്നു. വിക്ടറിന്റെ അച്ഛൻ ഹെൻറിയും ടബിതയും മരം നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. എന്നാൽ അവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നു. ബോധം പോയ ടബിത ഉണരുന്നത് ഒരു ആംബുലൻസിലാണ്. കൂടെ ഹെൻറിയുമുണ്ട്. എന്നാൽ അവിടെ ഒരു ട്വിസ്റ്റുണ്ട്. ആ ആംബുലൻസ് എത്തുന്നത് ആ ഗ്രാമത്തിലാണ്. ടബിത പുറം ലോകത്തായിരുന്ന സമയത്ത് ആ ഗ്രാമം നരകമായി മാറിയിരുന്നു. കൃഷികളെല്ലാം നശിക്കുകയും ഭക്ഷണക്ഷാമം രൂക്ഷമാവുകയും ചെയ്തു. ആകെയുള്ള ആഹാരം മൃഗങ്ങൾ മാത്രമായിരുന്നു. ഒരു രാത്രിയിൽ കാട്ടിൽ നിന്നെത്തിയ പിശാചുക്കൾ മനഃപൂർവ്വം മൃഗങ്ങളെ കൂട്ടിൽ നിന്നും തുറന്നുവിട്ടു. അവയെ തിരികെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബോയ്ഡും കെന്നിന്റെ അമ്മയായ ടിയാൻ ചെന്നും ഒരു തൊഴുത്തിൽ അകപ്പെട്ടു.
അവിടെ എത്തിയ പിശാചുക്കൾ ബോയ്ഡിനെ വിലങ്ങ് വെച്ച ശേഷം അയാളുടെ കൺമുന്നിലിട്ട് ടിയാൻ ചെന്നിനെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു. ടാബിത്തയും ഹെൻറിയും വന്ന ആംബുലൻസ് ഗ്രാമത്തിന്റെ അതിർത്തിയിലെത്തിയെങ്കിലും പിശാചുക്കൾ അവരെ വഴിമുടക്കിയിരുന്നു. ആംബുലൻസ് ഡ്രൈവർമാരെ അവർ ക്രൂരമായി കൊലപ്പെടുത്തി. വാഹനത്തിലുണ്ടായിരുന്ന അക്കോസ്റ്റ എന്ന പോലീസ് ഉദ്യോഗസ്ഥ ഭയന്നോടി കോളനി ഹൗസിലെത്തുകയും വെപ്രാളത്തിനിടയിൽ അബദ്ധത്തിൽ താമസക്കാരിയായ നിക്കിയെ വെടിവെച്ചു കൊള്ളുകയും ചെയ്തു. ബോയ്ഡിന്റെ മകന്റെ കാമുകിയായ ഫാത്തിമയുടെ അവസ്ഥ ഇതിലും ദയനീയമായിരുന്നു. അവൾ ഗർഭിണിയായിരുന്നു. എന്നാൽ അത് സാധാരണ ഒരു ഗർഭമായിരുന്നില്ല. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞപോലെ അവൾ ഗർഭം ധരിച്ചിരുന്നതൊരു പിശാചിനെയായിരുന്നു. അഴുകിയ പച്ചക്കറികളും മാംസവുമായിരുന്നു ഫാത്തിമയ്ക്ക് പ്രിയം. നിക്കി വെടിയേറ്റ് മരിച്ച സമയത്ത് ഫാത്തിമ രഹസ്യമായി അവളുടെ രക്തം കുടിക്കുന്നുണ്ട്. തുടർന്ന് ക്രിസ്റ്റി നടത്തിയ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ ഫാത്തിമയുടെ വയറ്റിൽ വളരുന്നതൊരു മനുഷ്യക്കുഞ്ഞല്ലെന്ന് വ്യക്തമായി. രക്തത്തോടുള്ള ആസക്തി വർദ്ധിച്ച ഫാത്തിമ ഗ്രീൻ ഹൗസിൽ വെച്ച് ടില്ലി എന്ന സ്ത്രീയെ കുത്തിക്കൊന്നു. ബോയ്ഡ് അവളെ സംരക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും എൽജിൻ അവളെ രഹസ്യമായി റൂട്ട് സെല്ലറിലെ ഒരു അറയിലേക്ക് മാറ്റി. കിമോണോ ധരിച്ച ദുരൂഹരൂപത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് എൽജിൻ ഇത് ചെയ്തത്. ഫാത്തിമയുടെ വിശപ്പടക്കാൻ അവൻ സ്വന്തം രക്തം നൽകുകയും ചെയ്തു. ഗ്രാമത്തിൽ നിന്നും രക്ഷപ്പെടാൻ ടാബിത്ത ചെയ്തതുപോലെ കുപ്പികൾ തൂക്കിയ മരത്തിലൂടെ പോകണമെന്ന് ഗ്രാമവാസിയായ ഡെയിൽ വാശി പിടിച്ചു. എന്നാൽ അത് ദുരന്തത്തിലാണ് കലാശിച്ചത്. ടെലിപ്പോർട്ട് ചെയ്യപ്പെട്ട ഡെയിൽ സ്വിമ്മിംഗ് പൂളിന്റെ കോൺക്രീറ്റ് ഭിത്തിക്കുള്ളിൽ കുടുങ്ങി മരിച്ചു. ഇതേസമയം തന്നെ ടാബിത്തയുടെയും ജിമ്മിന്റെയും മകളായ ജൂലി ഒരു സത്യം തിരിച്ചറിഞ്ഞു. താനൊരു സ്റ്റോറി വോക്കറാണെന്ന സത്യമാണ് അവൾ തിരിച്ചറിഞ്ഞത്. സ്റ്റോറി വോക്കറായ അവൾക്ക് സമയത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. പണ്ട് കാട്ടിലെ ഇരുട്ടുമൂടിയ കിണറ്റിലകപ്പെട്ട ബോയ്ഡിന് കയറിട്ടുകൊടുത്ത് രക്ഷിച്ചത് താനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഇതിനിടെ വിക്ടർ പറഞ്ഞുകൊടുത്ത ആ വഴിക്കു പുറകെയായിരുന്നു ഗ്രാമത്തിൽ തിരിച്ചെത്തിയ ടാബിത. കുപ്പികൾ തൂക്കിയ മരത്തിലെ സംഖ്യകൾക്ക് മ്യൂസിക് നോട്ട്സുമായി ബന്ധമുണ്ടെന്ന് ടാബിത കണ്ടെത്തി. ഭർത്താവ് ജിമ്മും സുഹൃത്ത് ജെയ്ഡും അവളോടൊപ്പമുണ്ടായിരുന്നു. സംഗീതജ്ഞനായിരുന്ന ജെയ്ഡ് ആ നോട്ടുകളെല്ലാം വയലിനിൽ വായിച്ചപ്പോൾ ബലി കൊടുക്കപ്പെട്ട കുട്ടികൾ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പണ്ട് ഈ കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയും അതിനിടെ മരണപ്പെടുകയും ചെയ്ത ക്രിസ്റ്റഫറിന്റെയും മിറാണ്ടയുടെയും പുനർജന്മങ്ങളാണ് ജെയ്ഡും ടാബിത്തയുമെന്ന് ആ നിമിഷം അവർ മനസ്സിലാക്കി. ഇതേസമയം ഫാത്തിമയെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ ബോയ്ഡും എല്ലിസും ചേർന്ന് എൽജിനെ ചോദ്യം ചെയ്തു. അവൻ സത്യം പറയാതിരുന്നപ്പോൾ സാറ പ്ലെയർ ഉപയോഗിച്ച് എൽജിന്റെ ഒരു കണ്ണ് ചൂഴ്ന്നെടുത്തു. വേദന സഹിക്കാൻ കഴിയാതെ അവൻ ഒടുവിൽ സത്യം പറയേണ്ടി വന്നു. ഫാത്തിമയെ രക്ഷിക്കാൻ ബോയ്ഡ് റൂട്ട് സെല്ലറിലെത്തിയപ്പോഴേക്കും ഫാത്തിമ തന്റെ വയറ്റിൽ നിന്നും ഭയാനകമായൊരു മാംസപിണ്ഡത്തിന് ജന്മം നൽകിയിരുന്നു. ഉടനെ കിമോണോ ധരിച്ച ആ സ്ത്രീ ആ മാംസപിണ്ഡം പിശാചുക്കൾ നിൽക്കുന്ന താഴത്തെ അറയിലേക്ക് കൊണ്ടുപോയി. അതിൽ നിന്നും ബോയ്ഡ് പണ്ടു കൊന്ന സ്മൈലി എന്ന പിശാച് വീണ്ടും പുനർജനിച്ചു. രാത്രിയിൽ പുറത്തുവരുന്ന പിശാചുക്കൾ പണ്ട് ഇമ്മോർട്ടാലിറ്റിക്ക് വേണ്ടി സ്വന്തം കുട്ടികളെ ബലികൊടുത്ത ഗ്രാമത്തിലെ ആദ്യത്തെ താമസക്കാരായിരുന്നു എന്ന് നടുങ്ങുന്ന സത്യം ഫാത്തിമ ബോയ്ഡിനോട് പറഞ്ഞു. 3-ാം സീസണിന്റെ അവസാനത്തിൽ കാട്ടിൽ വെച്ച് ജിം നിൽക്കുമ്പോൾ ഭാവിയിൽ നിന്നും മകളായ ജൂലി അവിടെ എത്തി ജിമ്മിനോട് ഉടൻ മാറാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അവിടേക്ക് മഞ്ഞ വസ്ത്രം ധരിച്ച മനുഷ്യൻ കടന്നുവന്നു. ടാബിത്ത ആ കുഴി കുഴിക്കാൻ പാടില്ലായിരുന്നുവെന്നും അറിവിന് വലിയൊരു വില കൊടുക്കേണ്ടി വരുമെന്നും അയാൾ ജിമ്മിന് മുന്നറിയിപ്പ് നൽകി. ടാബിത്തയും ജെയ്ഡും തങ്ങളുടെ പുനർജന്മത്തെക്കുറിച്ചുള്ള സത്യം കണ്ടെത്തിയതിനുള്ള ശിക്ഷയാണ് അയാൾ അവിടെ എത്തിയത്. തുടർന്ന് ആ രൂപം ജിമ്മിന്റെ കഴുത്ത് ക്രൂരമായി പറിച്ചു പുറത്തെടുത്ത് അയാളെ കൊലപ്പെടുത്തി. ഇവിടെയാണ് 3-ാം സീസൺ അവസാനിക്കുന്നത്. ലോസ്റ്റ് എന്ന ഏറ്റവും മികച്ച സീരീസിന്റെ ക്രിയേറ്റർ തന്നെയാണ് ഫ്രമ്മും ചെയ്യുന്നത്. പൂർത്തിയായാൽ ചിലപ്പോൾ ലോസ്റ്റിനേക്കാളും മികച്ചൊരു സീരീസ് ആയിരിക്കും ഫ്രം. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും ഫ്രം എന്ന സീരീസിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായാൽ മറ്റു വീഡിയോസും കണ്ടുനോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.